പറഞ്ഞാലും ആര് മാറത്തടിച്ചാലും ആര് സങ്കടപ്പെട്ടാലും ഓരോ വർഷങ്ങൾ കഴിയുന്തോറും അവിടത്തെ മദ്ഹ് പറയലിനെ അത് ഉയരും കേട്ടോ. അതിന്റെ ബഹുമാനം വളരും കേട്ടോ. കരയുന്നവർക്ക് കരയാം, സങ്കടപ്പെടേണ്ടവർക്ക് സങ്കടപ്പെടാമെന്നല്ലാതെ, നെഞ്ചുവേദനിക്കുന്നവർക്ക് വേദനിക്കാമെന്നല്ലാതെ അവിടത്തെ മഹത്വം പറയല് കുറയൂല. അത് റബ്ബിന്റെ തീരുമാനമാ. ഓ നബിയേ വറഫഅനാ ലക ദിക്റക, ഓ നബിയേ അങ്ങയുടെ മഹത്വം പറയലിനെ നമ്മൾ ഉയർത്തിയിരിക്കുന്നു നബിയേ. ഈ തുരുത്തി നിവാസികള് ഈ പ്രാവശ്യം ആഘോഷിച്ചതുപോലെയല്ല അടുത്ത വർഷം ഉണ്ടാവുക. അനുവദനീയമായ വ്യത്യസ്തമായ ശൈലികളിലൊക്കെ അവിടുത്തെ മഹത്വം പറഞ്ഞും കേട്ടോ. ഇത് ഈ മദ്ഹ് തുടങ്ങി വെച്ചതാരാണ്? റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ മദ്ഹ് തുടങ്ങി വെച്ചത് ജിബ്രീലല്ലേ, മറ്റു മലായികത്തുകളല്ലേ? അതേ, കേരള മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി കിടപ്പുറത്തുറങ്ങുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് രചിച്ച മങ്കൂസ് മൗലിദിൽ പറഞ്ഞില്ലേ, റസൂലുള്ളാഹിന്റെ ജന്മ സമയത്തിലും ഉണ്ടായത് എങ്ങനെയാണ്? ജിബ്രീലു നാദാ ഫീ മനസ്വതി ഹുസ്നിഹി ഹാദാ മാനിഹുൽ കൗനി ഹാദാ അഹ്മദു യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഹാലൈക മിൻ ജഹന്നമ ഫീ ഗദി. പറയുന്നു ജിബ്രീൽ അലൈഹിസ്സലാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതി വെക്കുന്ന ആരാണ് സൈനുദ്ദീൻ മഖ്ദൂം? പരിശുദ്ധമായ മദീനത്തിൽ മുനവ്വറയുടെ ഉള്ളിലൊന്ന് കയറുക, മസ്ജിദുൻ നബിയുടെ ഉള്ളിലേക്ക് കടന്നാൽ ബാബു ഉസ്മാൻ എന്ന് പറയപ്പെടുന്ന ഒരു ഗേറ്റ് ഉണ്ട്. അതിന്റെ അടുത്ത് മുകളിലേക്കുള്ള ഒരു ലിഫ്റ്റ് ഉണ്ട്. മേലെ ചെന്നാൽ പൗരാണികമായ കിതാബുകൾ സൂക്ഷിക്കുന്ന മക്തബുണ്ട് അവിടെ. അവിടെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിന്റെ കയ്യെഴുത്ത് പ്രതിയൊന്നും സൂക്ഷിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ മദീനയിലുള്ള മക്തബിലാണുള്ളത്. ഈജിപ്തിലുള്ള അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥമായി യുവ പണ്ഡിതന്മാർക്ക് ഓതിക്കൊടുക്കുന്നത് ഫത്ഹുൽ മുഈനാണ്. മുഅ്മിനീങ്ങളെ ആ മഹാനാണ് പറഞ്ഞത്, എഴുതി വെച്ചത്. ജിബ്രീലു നാദാ ഫീ മനസ്വതി ഹുസ്നിഹി